ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നോൺ വെജ് ലവേഴ്സിനൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു അച്ചാറാണ് കേട്ടോ അത്, ചിക്കൻ അച്ചാർ. അപ്പോൾ നമ്മൾ ചിക്കൻ അച്ചാറൊക്കെ ഉണ്ടാക്കിയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നാൾ കേടുകൂടാതിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ചിക്കൻ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 500 ഗ്രാം ബോൺലെസ് ചിക്കൻ ഇതുപോലെ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ചെറിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ, എന്നാലാണ് അച്ചാർ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ നമ്മൾ ചിക്കൻ കഴുകുമ്പോൾ കുറച്ച് വിനാഗിരിയും കൂടി ചേർത്തിട്ട് വേണം കഴുകാൻ. അപ്പോൾ ഈ ചിക്കൻ്റെ മണമെല്ലാം ഒന്ന് മാറി കിട്ടും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ. അപ്പോൾ നല്ലൊരു റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി എടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ചുരുങ്ങിയത് 1 മണിക്കൂർ നേരത്തേക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാലാണ് ഉപ്പും മുളകൊക്കെ നന്നായിട്ട് ചിക്കനിൽ പിടിക്കുക. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യണം. അപ്പോൾ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഫ്രൈ ചെയ്യുന്നത്. നമ്മൾ സാധാരണ നല്ലെണ്ണ ഉപയോഗിച്ചിട്ടാണ് അച്ചാർ ഉണ്ടാക്കുക. പക്ഷേ നല്ലെണ്ണയിൽ ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ഡീപ് ഫ്രൈ ചെയ്തെടുക്കണം ചിക്കന്, എന്നാലാണ് പെട്ടെന്ന് വെന്ത് കിട്ടുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഷാലോ ഫ്രൈ ചെയ്യാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ നമുക്ക് ഒത്തിരി സമയം എടുക്കും ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ചിക്കനൊക്കെ ഇപ്പോൾ ഇവിടെ ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ള ചിക്കൻ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ചിക്കൻ പൊരിച്ച എണ്ണയിൽ തന്നെയാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു 1/2 കപ്പ് എണ്ണ നമുക്ക് വേറൊരു പാനിലോട്ട് മാറ്റണം. അപ്പോൾ നിങ്ങൾക്ക് പുതിയ എണ്ണ ഉപയോഗിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പിന്നെ 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ പച്ചച്ചവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ലോ ഫ്ലെയിമിലിട്ട് വേണം വഴറ്റാൻ കേട്ടോ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് മുളക് പൊടി ചേർക്കാൻ. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ചേർത്തിട്ടുള്ളത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ചിക്കൻ അച്ചാറൊക്കെ ആയതുകൊണ്ട് ഗരം മസാല ചേർക്കണം. പിന്നെ 1 ടീസ്പൂൺ ഉലുവ പൊടി, അതായത് ഉലുവ വറുത്ത് പൊടിച്ച പൊടിയാണ് കേട്ടോ. പിന്നെ കായപ്പൊടി 1 ടീസ്പൂണും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ പൊടികളുടെയൊക്കെ പച്ചച്ചവ മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് മാത്രം ഫ്ലെയിം ഓൺ ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സാധാരണ മുളക് പൊടി ചേർക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പൊടികൾ ചേർക്കുന്നത് പൊടികൾ കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് വിനാഗിരി ചേർക്കാം. അപ്പോൾ വിനാഗിരി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. വിനാഗിരി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ വിനാഗിരിയൊക്കെ ചേർത്തതുകൊണ്ട് തന്നെ ഇനി കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് 5 മിനിറ്റ് ഇതൊന്ന് തിളപ്പിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് വാങ്ങി വെക്കാം. അപ്പോൾ ഇനി ഇതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. പിന്നെ നമ്മളിതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം കേട്ടോ. എന്നാൽ ഒരുപാട് നാൾ അച്ചാർ കേടുകൂടാതിരിക്കും. പുറത്തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചീത്തയായി പോവും, ഒരാഴ്ചയൊക്കെ ഇരിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ ചിക്കൻ അച്ചാർ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.